ഉത്ഥിതനാഥൻ്റെ വിരുന്നുണ്ണുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ഉത്ഥാനത്തിൻ്റെ സമ്പൂർണ്ണ അനുഭവമാണ് തിബേരിയൂസിലേത്. 7 ശിഷ്യന്മാരുടെ സമ്പൂർണ്ണ അക്കത്തിൻ്റെ സാന്നിധ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശിഷ്യന്മാരുടെ എണ്ണത്തിലെ സമ്പൂർണത അവരുടെ ക്രിസ്തുവിശ്വാസത്തിലില്ലായിരുന്നു. അവർ സ്വപ്നങ്ങൾ പൊലിഞ്ഞവരും ലക്ഷ്യം നശിച്ചവരും പ്രത്യാശ അറ്റുപോയവരും ആയിരുന്നു. മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് ക്രിസ്തു പറഞ്ഞുകൊണ്ട് അഭിഷേകം ചെയ്ത പത്രോസ് പറഞ്ഞു, ഞാൻ തിരികെ മീൻ പിടിക്കുവാൻ പോകുന്നു. മറ്റു ശിഷ്യന്മാരും അവനോടൊപ്പം ചേർന്നു. അങ്ങനെ അവർ ക്രിസ്തുവിൽ നിന്ന് അകലാൻ ഒരുങ്ങുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല. ശേഷം 5 സത്യങ്ങൾ നാം കാണും. 1, രാത്രി മുഴുവൻ. പ്രകാശമില്ലാത്ത, സാമ്പത്തിക ലക്ഷ്യമുള്ള, വെളിച്ചമില്ലാത്ത, ക്രിസ്തുവില്ലാത്ത അധ്വാനം അവർ നടത്തി. പക്ഷേ ഫലം ശൂന്യമായിരുന്നു. ശൂന്യമായ വലകൾ. 2, ഇത് അവരുടെ ശൂന്യമായ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. വ്യർത്ഥമായ അധ്വാനവും പണി ഉപകരണങ്ങളും നിഷ്ക്രിയമായി അഥവാ അധ്വാനിച്ചിട്ടും ഫലശൂന്യമായി നിലകൊള്ളുന്നു. 3, വെളിച്ചം. യേശുനാഥൻ മുൻകൈയെടുത്ത് അതിരാവിലെ അവൻ ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്നു. ഉത്ഥിതൻ്റെ സാന്നിധ്യത്തിൽ ഉത്ഥിതനോട് ചോദിച്ച് നാം നമ്മുടെ അധ്വാനത്തെ വഴി നടത്തേണ്ടതുണ്ട് എന്ന സത്യം. 4, തിബേരിയൂസ് കടലും പടവും. കർത്താവ് കടൽക്കരയിൽ വന്നു നിന്ന് പറഞ്ഞു, അഥവാ ചോദിച്ചു, കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല എന്ന് അവരുടെ ഉത്തരത്തിന് പടവിൻ്റെ വലത്തുവശത്ത് വലയിറക്കുവാൻ അവൻ അവരോട് ആവശ്യപ്പെട്ടു. ഫലമോ വലകീറുമാറ് മത്സ്യം. ക്രിസ്തു സംതൃപ്തിയെ ആഗ്രഹിച്ച് അന്നു വേണ്ടുന്ന ആഹാരത്തിന് നീ അധ്വാനിക്കുമ്പോൾ ഉത്ഥിതൻ നിനക്ക് വഴിയാകും, സമൃദ്ധിയാകും, നിന്റെ ശൂന്യമായ വലകളുടെ നിറവാകും. ക്രിസ്തു സാന്നിധ്യ തിരിച്ചറിവ് യോഹന്നാനിലൂടെ പത്രോസിന് ലഭിക്കുമ്പോൾ പത്രോസ് മനുഷ്യനെ പിടിക്കുന്നതിന് പകരം വീണ്ടും മത്സ്യം പിടിക്കുവാൻ വന്നതിൻ്റെ വേദനയിൽ അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്. അവൻ പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. ഒടുവിലായി ഉത്ഥിതൻ്റെ പ്രാതൽ. മരണത്തിന് മുൻപ് കർത്താവ് പങ്കിട്ട അത്താഴ വിരുന്നിന് സമ്പൂർണതയെന്നോണം തിബേരിയൂസിൽ കർത്താവ് ശിഷ്യന്മാർക്കൊരുക്കിയ പ്രാതൽ വിരുന്ന അനുഭവമാണിവിടെ. അത് ശിഷ്യന്മാരുടെ അധ്വാനത്തിൽ നിന്നുമാണ് കർത്താവ് ഒരുക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഇടപെടലിൽ നിന്നും ഒരുക്കപ്പെട്ട പ്രാതൽ വിരുന്ന് ഉത്ഥാന ദൗത്യത്തിൻ്റെ സമ്പൂരിത അനുഭവമായി മാറി. നിന്റെ അധ്വാന ഫലം ക്രിസ്തുവിനോട് ചേർന്ന് നീ പങ്കിട്ടുകൊണ്ട് ഉത്ഥിത അനുഭവവും സാക്ഷ്യവുമായി നീ മാറേണ്ടതുണ്ട് എന്ന വലിയ സത്യമാണ് ക്രിസ്തുനാഥൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഏവർക്കും ഉത്ഥിത സ്നേഹത്തിൻ്റെ സമ്പൂർണമായൊരു വിരുന്നാനുഭവം ആശംസിക്കുന്നു. ആമേൻ.